ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തുസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേണേഴ്സ് ചോദ്യാവലിയിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ലെവൽ 1 കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെവൽ 2 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, നിർബന്ധമായും ഹോൺ മുഴക്കണം. ഓപ്ഷൻ ബി, എയർ ഹോൺ നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി, ഹോൺ നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, എയർ ഹോൺ അനുവദനീയം. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, നിർബന്ധമായും ഹോൺ മുഴക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, റോഡ് അടച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, പാർക്ക് ചെയ്യരുത്. ഓപ്ഷൻ സി, നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, പ്രവേശനമില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വലതുവശത്തു കൂടിയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി, ഇടതുവശത്തു കൂടിയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ സി, പ്രവേശനമില്ല. ഓപ്ഷൻ ഡി, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, പ്രവേശനമില്ല. ഓപ്ഷൻ ബി, വൺ വേ സൈൻ. ഓപ്ഷൻ സി, ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഓപ്ഷൻ ഡി, ഓവർടേക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വൺ വേ സൈൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ വലത്തോട്ട് റോഡില്ല. ഓപ്ഷൻ ബി, നിർബന്ധമായും വലത്തേക്ക് തിരിയുക. ഓപ്ഷൻ സി, വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ ഡി, നിർബന്ധിതമായി വലതുവശം ചേർന്ന് പോകുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നിർബന്ധമായി വലത്തേക്ക് തിരിയുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, നിർബന്ധമായും വലത്തേക്ക് തിരിയുക. ഓപ്ഷൻ ബി, വലത്തേക്കുള്ള ഹെയർപിൻ ബെൻഡ്. ഓപ്ഷൻ സി, വലതുവശം ചേർന്ന് ഓടിക്കുക. ഓപ്ഷൻ ഡി, മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ്. ഓപ്ഷൻ ഡി, മുന്നിൽ ഇടതുവശത്തേക്കുള്ള കയറ്റം. ഓപ്ഷൻ സി, ഇടതുവശം ചേർന്ന് പോകുക. ഓപ്ഷൻ ഡി, നിർബന്ധിതമായും ഇടത്തേക്ക് തിരിയുക. ഓപ്ഷൻ എ ആണ് ആൻസർ, മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വലത് ഹെയർപിൻ ബെൻഡ്. ഓപ്ഷൻ ബി, മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ്. ഓപ്ഷൻ സി, മുന്നിൽ വലത്തേക്ക് തിരിഞ്ഞിറക്കം. ഓപ്ഷൻ ഡി, വലത് യു ടേൺ. ഓപ്ഷൻ എ ആണ് ആൻസർ, വലത് ഹെയർപിൻ ബെൻഡ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ്. ഓപ്ഷൻ ബി, ഇടത് യു ടേൺ. ഓപ്ഷൻ സി, ഇടത് ഹെയർപിൻ ബെൻഡ്. ഓപ്ഷൻ ഡി, ഇടതുവശം ചേർന്ന് ഓടിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇടത് ഹെയർപിൻ ബെൻഡ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ ഇടത്തേക്ക് തിരിഞ്ഞിറക്കം. ഓപ്ഷൻ ബി, ഇടത് റിവേഴ്സ് ബെൻഡ്. ഓപ്ഷൻ സി, ഇടത് ഹെയർപിൻ ബെൻഡ്. ഓപ്ഷൻ ഡി, ഇടത് യു ടേൺ ബെൻഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഇടത് റിവേഴ്സ് ബെൻഡ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, വലത് റിവേഴ്സ് ബെൻഡ്. ഓപ്ഷൻ ബി, വലത് ഹെയർപിൻ ബെൻഡ്. ഓപ്ഷൻ സി, വലത്തേക്ക് തിരിഞ്ഞ് മുന്നോട്ട് പോകുക. ഓപ്ഷൻ ഡി, മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ്. ഓപ്ഷൻ എ ആണ് ആൻസർ, വലത് റിവേഴ്സ് ബെൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, കുത്തനെയുള്ള കയറ്റം. ഓപ്ഷൻ ബി, കുത്തനെയുള്ള ഇറക്കം. ഓപ്ഷൻ സി, പാറ വീഴാൻ സാധ്യതയുള്ള റോഡ്. ഓപ്ഷൻ ഡി, കെട്ടിവലിക്കുന്ന വാഹനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കുത്തനെയുള്ള കയറ്റം.
13ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ കുത്തനെയുള്ള കയറ്റം, ഓപ്ഷൻ ബി കെട്ടിവലിക്കുന്ന വാഹനം, ഓപ്ഷൻ സി വഴുക്കലുള്ള റോഡ്, ഓപ്ഷൻ ഡി കുത്തനെയുള്ള ഇറക്കം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുത്തനെയുള്ള ഇറക്കം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ ഇടുങ്ങിയ റോഡ്, ഓപ്ഷൻ ബി ടണൽ പ്രവേശനം, ഓപ്ഷൻ സി ഇരുവശവും റോഡുകൾ, ഓപ്ഷൻ ഡി മുന്നിൽ ഇടുങ്ങിയ പാലം. ഓപ്ഷൻ എ ആണ് ആൻസർ, മുന്നിൽ ഇടുങ്ങിയ റോഡ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ ഇടുങ്ങിയ റോഡ്, ഓപ്ഷൻ ബി വൈ ഇൻ്റർസെക്ഷൻ, ഓപ്ഷൻ സി മുന്നിൽ റോഡ് വീതി കൂടുന്നു, ഓപ്ഷൻ ഡി ഇരുവശവും റോഡുകൾ. ഓപ്ഷൻ സി ആണ് ആൻസർ, മുന്നിൽ റോഡ് വീതി കൂടുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ മുന്നിൽ ഇരുവശവും റോഡുകൾ, ഓപ്ഷൻ ബി മുന്നിൽ ഇടുങ്ങിയ പാലം, ഓപ്ഷൻ സി മുന്നിൽ ഇടുങ്ങിയ റോഡ്, ഓപ്ഷൻ ഡി മുന്നിൽ റോഡ് വീതി കൂടുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മുന്നിൽ ഇടുങ്ങിയ പാലം. 17ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ വഴുക്കലുള്ള റോഡ്, ഓപ്ഷൻ ബി ചരൽ റോഡ്, ഓപ്ഷൻ സി കെട്ടിവലിക്കുന്ന വാഹനം, ഓപ്ഷൻ ഡി ചെരിവുള്ള റോഡ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വഴുക്കലുള്ള റോഡ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ പാറ വീഴാൻ സാധ്യതയുള്ള റോഡ്, ഓപ്ഷൻ ബി വഴുക്കലുള്ള റോഡ്, ഓപ്ഷൻ സി ചെരിവുള്ള റോഡ്, ഓപ്ഷൻ ഡി ഇളകിയ ചരൽ റോഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇളകിയ ചരൽ റോഡ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ സൈക്കിൾ ട്രാക്ക്, ഓപ്ഷൻ ബി സൈക്കിൾ ക്രോസ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ഓപ്ഷൻ സി സൈക്കിൾ ക്രോസിംഗ്, ഓപ്ഷൻ ഡി മോട്ടോർ സൈക്കിൾ ട്രാക്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സൈക്കിൾ ക്രോസിംഗ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നടപ്പാത, ഓപ്ഷൻ ബി സ്കൂൾ മേഖല, ഓപ്ഷൻ സി കാൽനട യാത്രക്കാർക്ക് നിരോധനം, ഓപ്ഷൻ ഡി കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കിടക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ലെവൽ 2 കംപ്ലീറ്റ് ആയിരിക്കുന്നു. അടുത്ത ലെവൽ 3 ആണ്, അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ.